ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ റെഡിയാണ്. പലപ്പോഴും നമ്മൾ കർത്താവുമായി ഒരു ഐക്യമില്ല. എന്തുകൊണ്ട് എനിക്കത് സംഭവിച്ചു, എന്തുകൊണ്ട് എന്നെ രക്ഷിക്കുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് കടബാധ്യത, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ വചനം കേട്ടു, ഞാൻ ധ്യാനം കൂടി, ഞാൻ പള്ളിയിൽ പോയി, വിശുദ്ധവാരി പങ്കുചേർന്നു, ഇങ്ങനെ പരാതികളാണ്. അങ്ങനെ ദൈവവുമായിട്ട് ഐക്യമില്ലാത്ത കുടുംബങ്ങളിൽ, വ്യക്തികളിൽ അസമാധാനക്കേടുണ്ടാവും. ദൈവവുമായി ഐക്യപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ അവിടെ കൃപയുണ്ടാകും. റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ തിരുലിഖിതം, വിശ്വാസത്തിൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. യേശു ക്രിസ്തു വഴി കുടുംബങ്ങൾ സമാധാനത്തിലായിരിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ യേശു ക്രിസ്തുവിനോടുള്ള പ്രാർത്ഥന വഴി സമാധാനത്തിലായിരിക്കുക. കലഹത്തിൻ്റെയും ഭിന്നതയുടെയും അനൈക്യത്തിൻ്റെയും ദുഷ്ടതയുടെയും വഞ്ചനയുടെയും കപടതയുടെയും അരൂപികൾ വിട്ടുമാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം, സമാധാനം ഓരോരുത്തരും നിറയട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ ഈശോ സ്വീകരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.